നിങ്ങൾക്ക് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ തേങ്ങ ഈ വീട്ടിൽ വിടരുത്. ഓ ഞാൻ തേങ്ങ എടുത്ത് പറയാം, വീഴുമ്പോഴേ പ്രത്യേക ആംഗിൾ ചെരിഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട്. ഓ നിങ്ങളുടെ കൊച്ചങ്ങി വീണ എന്റെ കാർ ചപ്പി, ഓല വീണ എന്റെ ചെടി ചെട്ടി പൊട്ടി. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. എന്തെങ്കിലും സംഭവിച്ചു എന്ത് ചെയ്യും? എന്തെങ്കിലും ആവട്ടെ, ആ തേങ്ങ ഇങ്ങോട്ട് എനിക്ക് ചമ്മന്തി അരക്കാനുള്ളതാ. അയ്യടാ എന്റെ കൊമ്പോട്ടി വീണ തേങ്ങ വെച്ച് ഞാൻ ചമ്മന്തി അരക്കും. അവൻ ചമ്മന്തിയായി. അടിയാ ഒരു തേങ്ങയ്ക്ക് വേണ്ടി എന്തിനാ മോളെ ആൾക്കാരുമായിട്ട് അടിപിടി കൂടുന്നത്? അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവാഞ്ഞിട്ടാ. ഇവിടെ എല്ലാം കൺട്രി പീപ്പിൾ ആണേ. എടാ ഒന്ന് പോയി ബോൾ എടുക്കോടാ പ്ലീസ്. ഓക്കേ പോ. എടാ ഷമ്മിനെ ഓടിക്കോ. ബോൾ വേണോ മോനെ? അയ്യോ ആ ചെറുക്കനെ വിടറാ. വിടണോ? എന്തുവാടാ നീ കാണിച്ചേ? കളവാ മര്യാദയ്ക്ക് നിങ്ങളെ കാര്യം നോക്കി പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ പിടിച്ച വല്ല കിണറ്റിലും ഇടും. 74, 73. അപ്പൊ ഇത് തന്നെ വിടും. സാറേ സാറാണ് സാർ സുധാരൻ? അല്ല മോനെ. അല്ലേ സാർ? സാർ ഈ അഡ്രസ് ഒന്ന് നോക്കാം സാർ. പിന്നെ ഞാൻ ഇവിടെ ഉള്ളതല്ല. മോളെ ഈ അഡ്രസ് ഒന്ന് നോക്ക്. സുധാകരൻ സ്ട്രീറ്റൊക്കെ കറക്റ്റാ. ഇതിലേതെങ്കിലും വീടായിരിക്കും. അറിഞ്ഞൂടെ? മോളെ നീ ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ട് നിനക്ക് അയൽക്കാരാരാണെന്ന് അറിയില്ലേ? ഇവിടെ എല്ലാവരോടും അടി ഉണ്ടാക്കുന്നല്ലാണ്ട് ആരുടെയും പേരൊന്നും അറിയത്തില്ല. ബെസ്റ്റ്. ഇത് തന്നെ സാറേ പ്രശ്നം. ആർക്കും ആരെയും അറിഞ്ഞൂടാ. ഇതിന് ഞാൻ കൊണ്ടേ കൊടുക്കും. എന്ത് പറ്റി മോനെ? ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മോളെ നീ പേടിക്കാതെ. എന്താ മോനെ നീ പോയി നോക്ക്, ഞാൻ വണ്ടി എടുക്കാം. നോക്കിക്കൊണ്ടിരിക്കാതെ വേഗം കേറ്. മോക്കിപ്പോ എങ്ങനെയുണ്ട്? മോളിപ്പോ ഓക്കെയാ. അന്ന് ഇവള് വല്ലാതെ പേടിച്ചു. ഞാനും സ്ഥലത്തില്ലായിരുന്നു. ശരിയാ, നിങ്ങളാരും ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തേനെന്നുള്ള. അതൊന്നും ഓർക്കാൻ പോലും വയ്യ. മോളെ അത് വിട്. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? ഒരു ആപത്ത് വരുമ്പോൾ പരസ്പരം സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചൊരു ധാരണ എനിക്ക് കിട്ടി. ഇന്നലെ ഒരു കൊറിയർ വന്നപ്പോൾ എൻ്റെ മോക്ക് അപ്പുറത്തുള്ള ആളുടെ പേര് പോലും അറിയില്ല. അല്ല, നിങ്ങൾക്ക് ഇവരുടെയൊക്കെ പേരുകൾ അറിയാമോ? കുറച്ചു ദിവസം മുമ്പ് തേങ്ങയ്ക്ക് വേണ്ടി നിങ്ങൾ അടിപിടി കൂടിയല്ലേ? എന്നിട്ട് ഇത്രയും കാലമായിട്ട് പേര് പോലും ചോദിക്കാൻ തോന്നിയില്ലല്ലോ. എടാ മക്കളെ, നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. സ്വന്തം മകൻ അമേരിക്കയിലാണെങ്കിൽ പോലും ഒരു നെഞ്ചുവേദന വന്ന അയൽക്കാരൻ തന്നെ വരണം. അല്ലാതെ അമേരിക്ക മോനോ ഡോളറോ ഒന്നും കാണുകയില്ല. മക്കളെ, ഞാൻ ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. അവിടെ വീടുകൾ തമ്മിൽ അകലമുണ്ടെങ്കിലും ആൾക്കാർ തമ്മിൽ നല്ല അടുപ്പമാണ്. പക്ഷെ ഇവിടെയോ? അതുകൊണ്ട് ഇനിയെങ്കിലും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുക. അത്രേ എനിക്ക് പറയാവുള്ളൂ. ഒരു സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുമ്പോൾ നമ്മുടെ അയൽക്കാരുമായി നല്ല ബന്ധമുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നഗരത്ത് ജീവിക്കുന്ന പലർക്കും തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ പേര് പോലും അറിയാത്ത അവസ്ഥയാണ്. ഒന്നും വേണ്ട, നമ്മളില്ലാത്തപ്പോൾ നമ്മളൊരു കൊറിയർ വാങ്ങി വെക്കാനോ, ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ വീട് നോക്കാനോ, അല്ലെങ്കിൽ ഒരു അപകട സാഹചര്യത്തിൽ ഓടിയെത്താനോ നമുക്ക് നമ്മുടെ അയൽക്കാർ തന്നെ വേണം. അതുകൊണ്ട് തന്നെ അയൽക്കാരുമായി അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കി അവരുമായുള്ള ബന്ധം ഊഷ്മളമാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള ചില ടിപ്സ് ഇതൊക്കെയാണ്. നമ്പർ 1, തമ്മിൽ കാണുമ്പോൾ നല്ലൊരു ചിരി സമ്മാനിക്കുക. തിരക്കുകൾ കാരണം അയൽക്കാരുമായി സംഭാഷണങ്ങൾ നടത്താൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷെ അവരെ നേരിട്ട് കാണുമ്പോൾ ഒരു ചിരി പാസാക്കാനും ചെറിയൊരു കുശലാന്വേഷണം നടത്താനും നമുക്ക് സാധിക്കും. നമ്പർ 2, ശല്യം ചെയ്യാതിരിക്കുക. വീട്ടിൽ ഒച്ചത്തിൽ പാട്ട് വയ്ക്കുന്നതും ഉറക്കെ സംസാരിക്കുന്നതും സമയവും സന്ദർഭവും നോക്കാതെ കത്തിവെക്കുന്നതും പോലുള്ള അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ശല്യങ്ങൾ നിങ്ങൾ ബോധപൂർവം ഒഴിവാക്കുക. നമ്പർ 3, സഹകരിക്കുക, സഹായിക്കുക. അയൽക്കാർക്ക് നമ്മുടെ സഹകരണം ആവശ്യം വരുന്ന സന്ദർഭങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകുക. അവർക്കൊരു ആപത്ത് വരുമ്പോൾ പൂർണ്ണ മനസ്സോടെ സഹായിക്കുക. നമ്പർ 4, സന്തോഷം പങ്കുവയ്ക്കുക. വിശേഷ ദിവസങ്ങളിൽ ഒരു കേക്കോ പായസമോ ഒക്കെ നൽകുന്നതും സന്തോഷം പങ്കുവയ്ക്കുന്നതും അയൽക്കാരുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കും.
നമ്പർ 5, സൗഹൃദപരമായി പെരുമാറുക. അയൽവാസികൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ അവഗണിക്കുക. പരസ്പരം സൗഹൃദപരമായി പെരുമാറുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. അയൽക്കാർക്കിടയിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നങ്ങളും അത് ഒഴിവാക്കാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.